ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് വിശുദ്ധ റോക്കിനെ. റോക്കി പുണ്യാളെന്ന് എല്ലാ വീടുകളിലും പറഞ്ഞു കേൾക്കാറുണ്ട്, പാരൻസിനെല്ലാം അറിയാം. എപ്പോഴും നമ്മളൊരു മധ്യസ്ഥം അപേക്ഷിക്കാറുണ്ട്. യാത്രയുടെ മധ്യസ്ഥനാണ്, കുറേ കാര്യങ്ങളുടെ മധ്യസ്ഥനാണ്. അറിയപ്പെടുന്ന 14 അത്ഭുതകരമായ ശക്തിയുള്ള വിശുദ്ധരുണ്ടെന്ന് നമ്മൾ ചരിത്രത്തിൽ ഇങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട്. ആ 14 വിശുദ്ധരിൽപ്പെട്ട ഒരു വിശുദ്ധനാണ് വിശുദ്ധ റോക്കി. തൃശ്ശൂര് പൂത്തറയ്ക്കലാണ് ഒരു പള്ളി വിശുദ്ധ റോക്കിയുടെ നാമത്തിലുള്ളത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ രൂപമാണ് അവിടെ എന്ന് പറഞ്ഞത്. ഏക രൂപമാണത്, അതായത് ഒരേ ഒരു രൂപമാണ് അത്ര വലുതായിട്ടുള്ളത്. അതവിടെയാണ്, പൂത്തറയ്ക്കലാണ്. അപ്പം നമ്മൾ അനുഗ്രഹീതരാണ് ആ സാന്നിധ്യത്താൽ. അധിക രൂപമൊന്നും നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ വിശുദ്ധ റോക്കിയുടെ ജീവിതത്തിലേക്ക്, അത്ഭുതകരമായ ഈ ജീവിതത്തിലേക്ക്, യേശു സ്നേഹത്താൽ പൂരിതമായ ഈ ജീവിതത്തിലേക്ക് നമുക്കിപ്പോൾ പ്രാർത്ഥനാപൂർവം കടന്നു ചെല്ലാം. ഫ്രാൻസിലാണ് റോക്കി പുണ്യവാളൻ ജനിച്ചത്. അപ്പനൊരു ഗവർണറായിരുന്നു ആ സ്ഥലത്തെ. അമ്മ ഭക്തയായ ഒരു സ്ത്രീയായിരുന്നു. ഇവർക്ക്, ഈ മാതാപിതാക്കൾക്ക് ആദ്യ നാളുകളിൽ കുഞ്ഞുണ്ടായിരുന്നില്ല. വളരെ ലേറ്റായിട്ടാണ് ഈ റോക്കി ജനിച്ചത്. അപ്പോൾ മാതാവിൻ്റെ പള്ളിയിൽ പോയിട്ട് ഈ പാരൻസ് പ്രാർത്ഥിച്ചു. ഈ അമ്മ പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചു, അമ്മേ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരണേ, ആ കുഞ്ഞിനെ ഞങ്ങൾ നിനക്ക് വേണ്ടി അർപ്പിക്കുന്നു, നിനക്കിഷ്ടപ്പെട്ട പോലെ ജീവിതം നയിക്കാനായിട്ട് ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിങ്ങനെ പള്ളികളിൽ പോയി മാതാവിനോടൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് റോക്ക് ജനിച്ചത്. അതുകൊണ്ട് മാതാവിന് പ്രത്യേകമായിട്ടുള്ളൊരു അനുഗ്രഹം റോക്കിന്മേലുണ്ടായിരുന്നു. ഈ കുഞ്ഞ് ജനിച്ചപ്പോൾ മറ്റൊരു പ്രത്യേകത, കുഞ്ഞിൻ്റെ നെഞ്ചിൽ ജനിച്ച് ആ കുഞ്ഞിൻ്റെ നെഞ്ചിൽ ഒരു ചുമന്ന അടയാളത്തിലുള്ള കുരിശ് കാണപ്പെട്ടു. വ്യക്തമായിട്ട് വളരെ കറക്റ്റ് ചുമന്ന നിറത്തിലാണ് ആ കുരിശ് കാണപ്പെട്ടത്. കുഞ്ഞ് വളർന്നു വരുംതോറും ഈ കുരിശടയാളം, നെഞ്ചിലെ കുരിശടയാളം, ശരീരത്തിലുള്ള ഈ കുരിശടയാളം പ്രായത്തിനനുസരിച്ച് വളർന്നു വന്നുകൊണ്ടേയിരുന്നു. സ്നേഹത്തിലും ഭക്തിയിലും ഒക്കെ വിശ്വാസത്തിലും എല്ലാം ഈ കുഞ്ഞ് വളർന്നു. പാരൻസിനെ നോക്കി പഠിച്ചു. പാരൻസ് നല്ല ഭക്തിയുള്ളവരായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അമ്മ ആഴ്ചയിൽ 2 ദിവസമൊക്കെ ഉപവസിക്കും. അപ്പോൾ ഈ കൊച്ചും അത് കണ്ട് ആഴ്ചയിൽ 2 ദിവസമൊക്കെ ഉപവസിക്കും. എല്ലാ സുഖ സൗകര്യങ്ങളും വീട്ടിലുണ്ടെങ്കിലും കുഞ്ഞിനെപ്പോഴും അതിനോടൊക്കെ ഒരു വിരക്തിയാണ്. ഓ, ഇതൊക്കെ ഇപ്പം എന്താ ഇത്ര വലുത്, ഇതിലൊന്നുമല്ല കാര്യം. ഉള്ളിൽ മറ്റു വിശുദ്ധർക്ക് എന്ന പോലെ ഒരു ദൈവസ്നേഹം ചെറുപ്പത്തിലേ വളർന്നു വന്നു. 10-20 വയസ്സായപ്പോഴത്തേക്കും അപ്പനും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മയും മരിച്ചുപോയി. അപ്പൻ മരിച്ചപ്പോൾ തൻ്റെ ഏക മകൻ്റെ പേരിൽ എഴുതി വെച്ചു എല്ലാ കാര്യങ്ങളും. അപ്പം തന്നെ പറഞ്ഞു ഗവർണർ സ്ഥാനയും മകൻ എഴുതി കൊടുത്തു. അപ്പൻ രോഗക്കിടക്കയിൽ കടന്നിട്ടാണ് മകൻ ആ സ്ഥാനം എഴുതി കൊടുത്തത്. പക്ഷെ മകൻ അപ്പനും അമ്മയും എല്ലാം തനിക്ക് വേണ്ടി വച്ചിരുന്ന എല്ലാ സമ്പത്തും എടുത്ത് പാവങ്ങൾക്ക് അങ്ങോട്ട് കൊടുത്തു, ദാനം ചെയ്തു. അത് വിറ്റ് കിട്ടിയ കാശ് കൊണ്ട് അവിടെയുള്ള എല്ലാവർക്കും വിതരണം ചെയ്തു. അതിലാണ് സന്തോഷം. തൻ്റെ ഒരു അങ്കിളിൻ്റെ സംരക്ഷണയിലാണ് പാരൻസ് ഈ മകനെ ഏൽപ്പിച്ചത്. അവരോടൊക്കെ, ഈ അങ്കിളിനോടൊക്കെ സ്നേഹമായിരുന്നു. അവർ പറഞ്ഞതൊക്കെ അനുസരിക്കും. എങ്കിലും തനിക്ക് ഈ ലോകസമ്പത്തിനോട് വേണ്ട, തനിക്ക് ഈ ലോകസമ്പത്തിനോട് ആകർഷണമില്ല, അതിന് തനിക്ക് വേണ്ട, അതുകൊണ്ട് താൻ ഒന്നും ചെയ്യാനില്ല, തനിക്ക് ഈ രാജ്യം ഭരിക്കുകയും വേണ്ട, എനിക്ക് ദൈവത്തെ സ്നേഹിക്കണമെന്നുള്ളൊരു ദാഹം വളരെ ഉള്ളിൽ. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ എല്ലാം വിറ്റുകളഞ്ഞു, എല്ലാം കൊടുത്തു. എല്ലാം കൊടുത്താൽ പിന്നെ ബാക്കിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ സർവസ്വതന്ത്രനായിട്ട് എളിമയിൽ സിമ്പിളായിട്ട് ഇറങ്ങി പുറപ്പെടുകയാണ്. തൻ്റെ ഉള്ളിൽ വലിയൊരു ദാഹം, ഒരു തീർത്ഥാടകനായിട്ട് അങ്ങ് നടക്കാം, ഭിക്ഷയാചിച്ച്. അന്നൊക്കെയുണ്ട് താപസന്മാരങ്ങനെയാണ്. അവർ ഈ പ്രാർത്ഥനാ ജീവിതം നയിക്കുമ്പോൾ അവർക്ക് എന്താണോ വഴിയിൽ നിന്ന് കിട്ടുന്നത്, മറ്റുള്ളവർ എന്താണ് സ്നേഹപൂർവ്വം കൊടുക്കുന്നത്, അത് സ്വീകരിച്ച് അവരുടെ ഉദാര മനസ്കതയിലാണ് ഇങ്ങനെയുള്ളവർ നടക്കുക. അപ്പോൾ ഒരു താപസനെ പോലെ ഭിക്ഷയാചിച്ച് ഇങ്ങനെ നടന്നു. റോമിലേക്ക് പോകാം എന്ന് തീരുമാനിച്ചു. റോമിലേക്ക് തീർത്ഥാടനം നടത്താം, തീർത്ഥാടന വഴിയിൽ ഭിക്ഷയാചിച്ചു പോകാം, തനിക്കൊന്നും സ്വന്തമായിട്ട് വേണ്ട എന്ന് പറഞ്ഞ് സിമ്പിൾ ഡ്രസ് ഇട്ട് അങ്ങോട്ട് റോമിലേക്ക് പോവാണ്.
റോമിലേക്ക് പോകുമ്പോൾ വഴിയിൽ ഇറ്റലി വഴിയാണ് പോയത്. ഇറ്റലിയിൽ വെച്ച് കാണുന്നത് അവിടെ പ്ലേഗ് രോഗത്താൽ ജനമെല്ലാം കഷ്ടപ്പെടുകയാണ്. തൻ്റെ ഹൃദയം അവരോടുള്ള സ്നേഹം കൊണ്ട് നിറഞ്ഞു. ഇവിടുത്തെ ജനം ഇങ്ങനെ വിഷമിക്കുമ്പോൾ താൻ തീർത്ഥാടകനാണെങ്കിലും ഇങ്ങനെ ഇവരെ വിട്ടിട്ട് പോകുന്നത് ശരിയല്ലല്ലോ. അപ്പൊ പോകുന്ന വഴിയിലും ആ നാട്ടിലുമുള്ള ജനങ്ങളെയെല്ലാം കണ്ട് ആർക്കാണോ സേവനം ആവശ്യമുള്ളത്, എവിടെയാണോ രോഗികളുള്ളത്, അവിടേക്കെല്ലാം ധൈര്യപൂർവ്വം കടന്നു ചെന്നു. കുരിശിന്റെ നാമത്തിലാണ് അവരൊക്കെ പ്രാർത്ഥിക്കുന്നത്. അത്ഭുതമേ, എവിടെ ചെന്ന് കുരിശിന്റെ നാമത്തിൽ കുരിശെടുത്ത് ആ ശക്തിയോടുകൂടെ അവിടെ പ്രാർത്ഥിച്ചാൽ അവിടെ സൗഖ്യമാണ്, വിടുതലാണ്. ശുശ്രൂഷ വേണ്ടെടുത്ത് അവരെ ഇരുന്ന് ശുശ്രൂഷിക്കും, വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. അതിനുശേഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആണ് കടന്നു പോകുന്നത്. അപ്പോൾ ജനമെല്ലാം അത്ഭുതത്തോടു കൂടെ നിൽക്കുകയാണ്. ആ പോകുന്ന വ്യക്തി, ആ താപസൻ, അതൊരു വിശുദ്ധ വ്യക്തിയാണല്ലോ, അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് സൗഖ്യം നൽകുന്നു. അപ്പൊ ആളുകളെല്ലാം വിളിക്കും, ഈ വ്യക്തിയെ, റോക്കിയെ വിളിക്കും. വിശുദ്ധനായ താപസ ശ്രേഷ്ഠ, താപസനെ പോലെയാണ് കണ്ടാല്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. വീടുകളൊക്കെ ഇദ്ദേഹത്തെ സ്വീകരിക്കും. ഇദ്ദേഹം ഇങ്ങനെ വഴി കൂടെ പോകുമ്പോൾ നമുക്കറിയാം, ഈ രോഗം വന്നാൽ, പ്ലേഗ് അല്ലെങ്കിൽ എന്തെങ്കിലും പകർച്ചവ്യാധി വന്നാൽ ആരും അടുത്തെങ്ങും ഉണ്ടാകില്ല. ആര് സഹായത്തിന് വിളിച്ചാലും ചെല്ലില്ല, കാരണം ഇത് പകരുമല്ലോ. അപ്പൊ ആളുകൾക്ക് ആവശ്യം വന്നാൽ പുറത്തേക്ക് നോക്കുമ്പോൾ ഒരുപക്ഷെ കാണുക റോക്കിയെ ആയിരിക്കാം. അപ്പൊ വിളിക്കും, സഹോദരാ സഹായിക്കണേ. യാതൊരു മടിയും കൂടാതെ റോക്കി പുണ്യവാളൻ വന്ന് അവരെയെല്ലാം സഹായിക്കും, സൗഖ്യം കൊടുക്കും. അങ്ങനെ ശുശ്രൂഷിച്ച് സ്നേഹിച്ച് മുന്നോട്ട് പോകുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരു സംഭവം പറയുന്നുണ്ട്. അവിടെ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു 5-6 സ്ഥലങ്ങളുടെ പേര് പറയുന്നുണ്ട്. ഈ രാജ്യം, തൊട്ടടുത്തുള്ള രാജ്യം, തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ, അവിടെ എല്ലാം പോയിട്ട് എല്ലാ രോഗികളെയും സുഖപ്പെടുത്തി അവർക്കെല്ലാം പ്രാർത്ഥിച്ച് ശുശ്രൂഷിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഒരു കർദിനാളിനും ഇതുപോലെ അസുഖം വന്നു. അദ്ദേഹത്തെയും കുരിശ് വരച്ച് സുഖപ്പെടുത്തി. ആ കർദിനാളിന്റെ നെറ്റിയിൽ കുരിശ് വരച്ചപ്പോൾ പെട്ടെന്ന് ആ കുരിശ് വരച്ച ആ രൂപം അവിടെ തന്നെ പെർമനന്റ് ആയിട്ട് നിന്നു, മായാതെ നിന്നു. അതൊരു അത്ഭുതകരമായിട്ട് തുടരുന്നു. ജനങ്ങൾ അത്ഭുതം കൊണ്ടു. ദൈവമേ, കൈകൊണ്ട് വരച്ച കുരിശ് അടയാളം മായാതെ അങ്ങനെ നിൽക്കുകയാണല്ലോ എന്ന്. അങ്ങനെ സ്നേഹിച്ചും ദൈവത്തെ കൊടുത്തും സിമ്പിളായിട്ട് കിട്ടിയതെല്ലാം ഭക്ഷിച്ചും, കിട്ടിയത് എന്താണോ അത്യാവശ്യത്തിന് കിട്ടുന്നത് അതൊക്കെ ഭക്ഷിച്ച് മുന്നോട്ട് പോകുന്നു. പെട്ടെന്നൊരു ദിവസം നോക്കുമ്പോൾ തൻ്റെ കാലിനൊരു വേദന, ഒരു വ്രണത്തിൻ്റെ ഒരു ലുക്ക്. അദ്ദേഹത്തിന് മനസ്സിലായി പ്ലേഗ് തൻ്റെ കാലിനും ബാധിച്ചു, അതിൻ്റെ ഒരു വ്രണം തന്നെയും ബാധിക്കുകയാണ്. റോക്കിന് അസുഖം വന്നു എന്ന് കണ്ടപ്പോൾ ആളുകളെല്ലാം പേടിച്ചു മാറി. ആശുപത്രികളിലെല്ലാം രോഗികളെ സ്വീകരിക്കുന്നതാണ് നമുക്കറിയാം. പക്ഷേ ഈ രോഗം വന്നാൽ ആരെയും പകർച്ചവ്യാധി ആയതുകൊണ്ട് എങ്ങോട്ടും പൊതുസ്ഥലങ്ങളിലേക്ക് അങ്ങനെ അധികം സ്വീകരിക്കുന്നില്ല. അപ്പൊ എല്ലാവരെയും സ്വീകരിച്ച റോക്കിനെ സ്വീകരിക്കാനുള്ള സ്ഥലങ്ങൾ കുറയുന്നു. റോക്കിന് മനസ്സിലായി, ഞാൻ പോകുന്നത് മറ്റുള്ളവർക്ക് ഭാരമാണ്, അസുഖമില്ലാത്തവർക്ക് അതൊരു ഭാരമാണ്. ഞാൻ അവരെ ശുശ്രൂഷിച്ചെങ്കിലും എന്നെപ്പോലെ ഒരു ധീരത, എന്നെപ്പോലെ എന്തും വരട്ടെ എന്ന് വിചാരിക്കാനുള്ള ഒരു മനസ്സൊരു പക്ഷെ അവർക്ക് കൊടുത്തിട്ടുണ്ടാകില്ല. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, ആർക്കും ശല്യം വേണ്ടല്ലോ, ഞാൻ അടുത്ത് തന്നെയല്ലോ കാട്ടിലേക്ക് പോകാം, അവിടെ ഒരു കൊച്ചു കുടിൽ വെച്ച് അവിടെ താമസിക്കാം, അവിടെ ഒരുങ്ങാം. തമ്പുരാൻ എന്നെ നിത്യസമ്മാനത്തിനായിട്ട് വിളിക്കുകയാണെങ്കിൽ ഞാൻ അവിടെ കിടന്ന് ഒരുങ്ങിക്കോളാം എന്ന് പറഞ്ഞ് സ്വസ്ഥതയോടുകൂടെ മനസമാധാനത്തോടുകൂടെ ആ കാട്ടിലേക്ക് പോയി അവിടെ ഒരു ചെറിയ കുടിലുണ്ടാക്കി, മരകഷ്ണമൊക്കെ വെച്ചുണ്ടാക്കി, ഇലകളൊക്കെ വെച്ച് മറിച്ച് അവിടെ തന്നെ കിടന്നു. ഇലകളിന്മേലാണ് കിടന്നത്. ആ കുടിലിൽ കുറച്ച് ഇല കൊണ്ട് ഇങ്ങനെ ഇട്ടിട്ട് ആ ഇലയിലാണ് കിടന്നത്. അപ്പൊ കാലിലിങ്ങനെ വ്രണം കാണാം. നമുക്ക് റോക്കി പുണ്യവാളന്റെ ചിത്രം നോക്കിയാൽ കാണാം, ഒരു വ്രണത്തോട് കൂടിയിട്ട്, ആ മുറിവോട് കൂടിയിട്ടാണ് ചിത്രങ്ങളിലും സ്റ്റാച്യൂസിലൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ ഇങ്ങനെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ആ കുടിലിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഹൃദയം ദൈവത്തോട് സംസാരിച്ചോണ്ടാ കിടക്കുന്നത്. നീ അറിയാതെ എനിക്കൊന്നും വരുന്നില്ലല്ലോ, നിനക്ക് നന്ദി, നിന്റെ പ്ലാൻ പോലെ നടക്കട്ടെ എന്ന് ഉള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ കിടക്കുക. വിശക്കുന്നുണ്ട്. നോക്കിയപ്പോൾ ഒരു പട്ടി വരുന്നു. പരിചയമില്ല, പട്ടികളങ്ങനെ അധികം പോകുന്ന വഴിയല്ല ഇത്. പട്ടി ഇങ്ങനെ ആ കുടിൽ തപ്പിപ്പിടിച്ച് ആ കുടിലേക്ക് കയറി. പട്ടി കുടിലിൽ കയറി. റോക്കി
വിശുദ്ധനായ റോക്കിയെ കണ്ടു. അപ്പോൾ റോക്കി ഇങ്ങനെ കാലം നീട്ടി വെച്ച് ഇങ്ങനെ ഇരിക്കുക, ആ വ്രണം ഇങ്ങനെ വെച്ചിരിക്കുക. പട്ടി വന്ന് ആ വ്രണം നക്കി. ആ പട്ടിയുടെ സ്പർശനം കൊണ്ട് അത്ഭുതകരമായിട്ട് ആ വ്രണം സുഖപ്പെട്ടു എന്നാണ് പറയുന്നത്. എല്ലാ ദിവസവും ഈ പട്ടി കൃത്യസമയത്ത് ഇങ്ങനെ വരും, ആ വ്രണം നക്കിയെടുക്കും. അതുവഴിയായിട്ട് ആ വ്രണം കരിഞ്ഞ് കരിഞ്ഞ് സുഖപ്പെട്ടു. ദൈവം കണ്ടോ? നമുക്കറിയാം, നമ്മൾ പഴയ നിയമത്തിലൊക്കെ കാക്കകളുടെയും അല്ലെ കാക്കയുടെ രൂപത്തിലൊക്കെ ദൈവം പ്രവാചകന്മാരെ സഹായിക്കാൻ അയച്ചതുപോലെ ഇവിടെ ദൈവം ഒരു മൃഗത്തിന്റെ രൂപത്തിൽ ഈ പട്ടീനെ ഇങ്ങനെ അയച്ച് ഈ റോക്കിയെ സുഖപ്പെടുത്തുകയാണ്. അപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ സുഖപ്പെട്ട് മുറിവ് ഉണങ്ങി സുഖമായി വരുന്നു. എല്ലാ വ്രണങ്ങളും അങ്ങനെ നക്കി തുടയ്ക്കുന്നുണ്ട്. ഭക്ഷണം വല്ലതും കഴിക്കാൻ വേണമല്ലോ. നോക്കിയപ്പം പട്ടി വരുമ്പോൾ പട്ടി കയ്യിലൊരു ബ്രെഡുമായിട്ടാണ് വരുന്നത്. അപ്പം എല്ലാ ദിവസവും ബ്രെഡ് കൊണ്ടുവന്ന് ഈ വിശുദ്ധനായ റോക്കിക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വിശപ്പില്ല. കണ്ടോ, ദൈവം പ്രകൃതിയിലെ ജന്മങ്ങളിലൂടെ ഈ ജീവികളിലൂടെ തന്നെ ദൈവം വിശുദ്ധനായ റോക്കിയെ സംരക്ഷിക്കുകയാണ്. അപ്പൊ ഈ പട്ടി എവിടുന്നാ വരുന്നത്? പട്ടി വരുന്നത് ഒരു ഉടമസ്ഥന്റെ പട്ടിയാണിത്. അപ്പം ഉടമസ്ഥന്റെ വീട്ടിൽ എന്താന്ന് വെച്ചാൽ നടക്കുന്നത്. അപ്പൊ ഉടമസ്ഥൻ നോക്കിയപ്പോ, ഞാൻ പട്ടിക്ക് ഭക്ഷണം കൊടുത്തിട്ട് പട്ടി ഭക്ഷണം കഴിക്കുന്നില്ലല്ലോ, പട്ടി അതുകൊണ്ട് പോവാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഉടമസ്ഥൻ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. ഈ പട്ടി എല്ലാ ദിവസവും എവിടേക്ക് പോണേ? ഞാൻ കൊടുക്കുന്ന ഭക്ഷണം കൊണ്ട് ഇത് പോവാണല്ലോ എന്ന് പറഞ്ഞ് ഈ പട്ടിയുടെ ഉടമസ്ഥൻ ഒരു ദിവസം പട്ടിയുടെ പുറകെ ഇങ്ങനെ പോന്നു വന്നപ്പോഴാണ് ഈ കുടില് കാണുന്നത്. അപ്പോഴാണ് റോക്കിയെ കാണുന്നത്, വിശുദ്ധനായ റോക്കിയെ കാണുന്നത്. അപ്പോൾ ഈ പട്ടിയുടെ ഉടമസ്ഥൻ പറഞ്ഞു, അങ്ങൊരു ദിവ്യനായ വ്യക്തിയാണ്, അങ്ങ് ദൈവം സ്നേഹിക്കുന്ന വ്യക്തിയാണ്. എൻ്റെ ഈ പട്ടിക്ക് ഞാൻ കൊടുത്ത ഭക്ഷണം കൊണ്ട് ഇത് വരുന്നത് കണ്ടപ്പോഴാണ് ഞാൻ അതിൻ്റെ പിന്നാലെ വന്നത്. പ്രിയപ്പെട്ട സഹോദര എന്ന് പറഞ്ഞിട്ട് ഈ പട്ടിയുടെ ഉടമസ്ഥൻ ആ സഹോദരനെ വിളിക്കുകയാണ്, റോക്കി പുണ്യവാളനെ വിളിക്കുകയാണ്. നിങ്ങൾ ഇവിടെ ഈ കുടിലിൽ ഇരിക്കേണ്ട, വരൂ, എൻ്റെ കൂടെ വരൂ, നാട്ടിലേക്ക് എൻ്റെ വീട്ടിലേക്ക് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ പട്ടിയുടെ ഉടമസ്ഥൻ വിശുദ്ധനായ റോക്കിയെയും കൊണ്ട് തൻ്റെ വീട്ടിലേക്ക് പോകുന്നു. കൂടുതൽ ആ വീട്ടിൽ വെച്ച് സംരക്ഷിച്ച് കൂടുതൽ ഫുള്ളായിട്ടുള്ള ഒരു ആരോഗ്യം കിട്ടും വരെ എല്ലാ ഭക്ഷണവും വേണ്ട കാര്യങ്ങളെല്ലാം ആ വീട്ടിൽ ചെയ്തു കൊടുക്കുക. അങ്ങനെ പൂർണ്ണ സൗഖ്യം പ്രാപിച്ച റോക്കി പറഞ്ഞു, ഇനി ഞാൻ തിരിച്ചു പോകാം, അവിടെ എല്ലാം പ്ലേഗ് രോഗം ഇപ്പോൾ മാറിയിട്ടുണ്ടാകാം, നമുക്ക് തിരിച്ചു പോകാം. അങ്ങനെ വീണ്ടും തിരിച്ച് പോകാനുള്ള പുറപ്പാടിലാണ്. തൽക്കാലം നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ സ്വന്തം സ്ഥലത്തേക്ക് തന്നെ പോകാമെന്ന് പറഞ്ഞ് തൻ്റെ സ്വന്തം നാട്ടിലേക്ക്, ഫ്രാൻസിലേക്ക് തന്നെയാണ് വീണ്ടും പോകുന്നത്. അങ്ങനെ അവിടേക്ക് പോകുമ്പോൾ തൻ്റെ രാജ്യത്ത് ചെന്നപ്പോൾ അവിടെ യുദ്ധം നടക്കുന്ന ഒരവസ്ഥയാണ്. പെട്ടെന്ന് ആളുകൾ പറഞ്ഞു, ഇതാ നമുക്ക് പരിചയമില്ലാത്ത ഒരു വസ്ത്രം ധരിച്ചിട്ട് ഒരാൾ ഇവിടേക്ക് ഇപ്പോൾ വരുന്നു. അപ്പോൾ റോക്കി പുണ്യാളം കുറേ നാളായി ആ നാട്ടിൽ നിന്ന് പോയിട്ട് ഇറ്റലി വഴി റോം വഴി അതിലെല്ലാം നടന്ന് അവിടെയെല്ലാം ശുശ്രൂഷിച്ച് നടക്കുകയാണ്. കുറേ കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പം പോയ ആളുടെ പോലെയല്ല തിരിച്ചു വന്നപ്പോൾ റോക്കിയുടെ രൂപവും ഭാവവും ഒക്കെ ഷേപ്പൊക്കെ ആകെ വ്യത്യാസം. അപ്പം അവിടെയുള്ള ആളുകൾ പറഞ്ഞു, പ്രത്യേകിച്ച് ഗവർണർ, അന്നത്തെ ഗവർണർ ആരാന്ന് വെച്ചാൽ റോക്കി പോയല്ലോ എല്ലാം ഉപേക്ഷിച്ച്. അപ്പം റോക്കിയുടെ അങ്കിളാണ് അവിടെ അപ്പം ഗവർണർ ആയിരിക്കുന്നത്. അപ്പം ഗവർണർ പറഞ്ഞു, ആര് നമ്മളറിയാത്തവർ ഇവിടെ വന്നാലും ഉടനെ അവരെ തടവിലാക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് റോക്കി വരുന്നത്. കണ്ടിട്ടൊന്നും മനസ്സിലായില്ല ഇത് ആരാന്ന്. ചാരനാണെന്ന് വിചാരിച്ച് റോക്കിയെ പിടിച്ച് നാടിൻ്റെ തടവിലിട്ടു. വളരെ സേഫായിട്ട് പുറത്ത് കടത്താതെ തടവിലാക്കിയിട്ട് ഇട്ടിരിക്കുകയാണ്. അപ്പം റോക്കി അവിടെ തടവിലായി. അധികാരികളുടെ കീഴിൽ പുറത്തേക്കൊന്നും സ്വാതന്ത്ര്യമില്ലാതെ മറ്റ് ശിക്ഷിക്കപ്പെടുന്നവരുടെ കൂടെ തടവിൽ കിടക്കുകയാണ്. ആരാണ് ഇതൊന്നും നോക്കാനായിട്ട് പോയില്ല. റോക്കി പറഞ്ഞില്ല, ഞാൻ നിങ്ങളുടെ ഈ കുടുംബത്തിലെ മോനാണ് ഞാൻ എന്നൊന്നും പറയാൻ പോയില്ല. വേണ്ട, റോക്കി തടവിൽ അവിടെ ഇരുന്നു, ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്. റോക്കിക്ക് പ്രത്യേകിച്ച് ഇന്നത് ചെയ്യണം, അതിൽ കൂടെ മാത്രമേ ദൈവത്തെ സ്നേഹിക്കാനാകൂ എന്നൊന്നുമില്ല. എന്ത് ചെയ്താലും അത് ദൈവസ്നേഹമാണ്. ആ തടവറയിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. 5 വർഷത്തോളം ആ തടവറയിൽ ഏകാന്ത ജീവിതം, മറ്റുള്ളവരോടൊപ്പം ഏകാന്തമായിട്ട് അവിടെ കിട്ടുന്ന കാര്യങ്ങളൊക്കെ സ്വീകരിച്ച് ആ തടവറയിലായിരുന്നു. അപ്പം ഈ തടവറ
അവിടെ പരിചരിക്കാൻ വരുന്നവർക്ക് ഇടയ്ക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ഈ വേഷത്തിൽ വന്നിരിക്കുന്ന ഈ ആൾക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ടല്ലോ എന്ന് അവിടെ വന്ന് അവരെ ശുശ്രൂഷിക്കുന്നവരിങ്ങനെ നോക്കും. ഒരു ദിവസം നോക്കിയപ്പോൾ അവിടെ മുഴുവൻ ഒരു പ്രകാശം പരക്കുന്നു. അപ്പോൾ ഇവർ വന്നിട്ട് ഗവർണറോട് പറയുന്നുണ്ട്, ദേ ഇവിടെ ഇപ്പോൾ കിടക്കുന്ന തടവറയിൽ കിടക്കുന്ന ഈ ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്ന ആ ആൾക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ, എന്തോ പ്രകാശം കാണുന്നുണ്ട്, അയാൾ ഇരിക്കുന്നിടത്തില്ല ഒരു പ്രകാശമാണ്. അപ്പം ഗവർണർക്ക് ഇങ്ങനെ ഒരു സംശയം വരുന്നുണ്ട്, ഇത് ആരാണെന്നൊന്ന് പരിശോധിക്കണമല്ലോ, ഇത് ആരാണെന്നൊന്ന് അറിയണമല്ലോ, ഇത് എവിടുന്ന് വന്നേ, ചാരനാണെന്ന് വിചാരിച്ചിട്ട് എന്തോ ഒരു സവിശേഷതയൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ അങ്കിളും വിചാരിക്കുന്നുണ്ട്, അതായത് ഗവർണർ വിചാരിക്കുന്നുണ്ട്. അപ്പോഴൊന്നും റോക്കി പറയുന്നില്ല, ഞാൻ ഇന്ന ആളാണ്, എന്നെ സംശയിക്കേണ്ട, ഞാനിവിടെ കിടക്കേണ്ട ആളല്ല എന്നൊന്നും പറയുന്നില്ല. റോക്കി അവിടെ കിടന്ന് തനിക്ക് തോന്നുകയാണ് തൻ്റെ ആത്മാവിനെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാനുള്ള സമയം അടുത്തു വരുന്നു, തനിക്ക് ദൈവത്തിൻ്റെ ആ സ്നേഹം ലഭിക്കണം, നിത്യമായിട്ട് എനിക്ക് അവിടുത്തെ കാണണം, തൻ്റെ സമയം അന്ത്യസമയം അടുത്തു വരുന്നു എന്ന് തോന്നി അവിടെ അറിയിച്ചു. അവരെ അറിയിച്ചു, എനിക്ക് കുമ്പസാരിക്കണം, എനിക്ക് ലാസ്റ്റ് സാക്രമെൻറ്റ് സ്വീകരിക്കണം, എന്നെ ഒരുക്കി ദിവ്യ കാരുണ്യമെല്ലാം തന്നെന്നെ ഒരുക്കി വിടണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുവേണ്ടി അച്ഛന്മാരെ വരുത്തി. അപ്പോൾ വന്ന അച്ഛൻ പറയുകയാണ്, അച്ഛൻ വന്നപ്പോൾ കാണുന്നത് ഇദ്ദേഹത്തിന് ചുറ്റും വലിയൊരു പ്രകാശം, അദ്ദേഹത്തിന് ഈ റോക്കിക്ക് ചുറ്റും, വിശുദ്ധനായ റോക്കിക്ക് ചുറ്റും വലിയൊരു പ്രകാശം. ആ പ്രകാശം ആ സെല്ലിൽ മുഴുവൻ, അവിടെ മുഴുവൻ ഇരുട്ടാണ്, സെല്ലിൽ ഇരുട്ടാണ്, ആ സെല്ലിലേക്ക് മുഴുവൻ ആ പ്രകാശം ഇങ്ങനെ പരക്കാണ്. ഇദ്ദേഹത്തെ കുമ്പസാരിപ്പിച്ചു, ഇദ്ദേഹത്തിന് ലാസ്റ്റ് സാക്രമെൻ്റ് ഒക്കെ കൊടുത്തു, തൻ്റെ ആത്മാവിനെ നിത്യസമ്മാനത്തിനായിട്ട് സമർപ്പിച്ചു. തൻ്റെ ആത്മാവ് ആ ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോകുന്ന ആ സമയത്ത് മറ്റൊരു സംഭവം അവിടെ നടന്നു. അവിടെ ഒരു ബോർഡിൽ സ്വർണ്ണലിപിയിൽ ഇങ്ങനെ സ്വർഗത്തിൻ്റെ ഒരു എഴുത്ത് അവിടെ പ്രത്യക്ഷപ്പെട്ടു. അവിടെ ഇരുട്ടാണ് മൊത്തം, പക്ഷെ അവിടെ ഇങ്ങനെ ഒരു ലിപിയിൽ ഒരു ലെറ്റർ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടു, റോക്കി എന്നിങ്ങനെ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഇവർക്ക് തോന്നി ഇത് റോക്കി. അപ്പോൾ ഗവർണർ അവിടെയുണ്ട്, ഗവർണർക്ക് തോന്നി റോക്കി. അപ്പോഴേക്കും മറ്റൊരു സ്വരവും കൂടി അവിടെ നിന്ന് വന്നു, ഇത് വിശുദ്ധനായ റോക്കിയാണ്. മറ്റൊരു അരുളപ്പാടും കൂടി അവർക്ക് ലഭിക്കുകയാണ്, ഈ റോക്കിയുടെ അനന്തരവനാണ്, അങ്കിളാണ് ഈ നിൽക്കുന്നതെന്ന്. മരിക്കുന്നതിന് തൊട്ട് മുമ്പ് വിശുദ്ധനായ റോക്കി തന്നെ തന്നെ ഒന്ന് വെളിപ്പെടുത്താനായിട്ട് പതുക്കെ നോക്കി, പറയുന്നുണ്ട് എൻ്റെ അങ്കിളാണ്. അമ്മാമ്മയാണിത്, അതായത് അമ്മാമ്മയും കൂടി അവിടെയുണ്ട്. അമ്മാമ്മ മീൻസ് ഈ അങ്കിളിൻ്റെ അമ്മ, അത് വിശുദ്ധനായ റോക്കിയുടെ അമ്മാമ്മയും കൂടി അവിടെയുണ്ട്, അവരുടെയൊക്കെ കീഴിലാണ് വളർന്നത്. അപ്പോൾ പെട്ടെന്ന് ഇവർക്കിങ്ങനെ തോന്നി, റോക്കി എന്നുള്ളൊരു പേര് കാണുകയും എന്തൊക്കെയോ ഒരു ലക്ഷണങ്ങൾ കാണുകയും ചെയ്തപ്പോൾ അവർ പെട്ടെന്ന് വന്ന് ഈ വ്യക്തിയെ പരിശോധിച്ചു. അപ്പോഴാണ് ഈ വിശുദ്ധനായ റോക്കിയുടെ നെഞ്ചിലുള്ള ഈ കുരിശടയാളം അവർ കണ്ടത്. അപ്പോൾ അവർക്ക് മനസ്സിലായി, ഇത് നമ്മുടെ റോക്കിയാണ്, നമ്മുടെ മകനാണ്, നമ്മുടെ കുഞ്ഞുമകനാണ്, നമ്മൾ അറിഞ്ഞില്ല ഈ വേഷം ഇങ്ങനെ ആയതുകൊണ്ട്. ഉടനെ എല്ലാവരും ഒരുമിച്ച് കൂടി, വിശുദ്ധനായ ഈ വ്യക്തി ഇത് നമ്മുടെ കുടുംബത്തിൽ പെട്ടവൻ തന്നെയാണ്, നമ്മുടെ സ്വന്തമാണ് എന്ന് പറഞ്ഞ് ബഹുമാനാദരവുകളോടുകൂടെ ഇദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അവിടെ സംസ്കരിച്ചു. ആ സംസ്കരിച്ച സ്ഥലത്ത് വലിയൊരു ദേവാലയവും അവർ ഉയർത്തി. അതിനുശേഷം ഒരു അരുളപ്പാടും കൂടി, ഈ മരിച്ച സമയത്ത് തന്നെ ഒരു അരുളപ്പാടും കൂടി സ്വർഗത്തിൽ നിന്ന് ലഭിച്ചിരുന്നു. റോക്കി ദൈവത്തെ സ്നേഹിച്ചവൻ, രോഗികളെ ശുശ്രൂഷിച്ചവൻ, പ്ലേഗ് ബാധിതരെ ശുശ്രൂഷിച്ചവൻ, എവിടെ പകർച്ചവ്യാധികൾ ഉണ്ടായാലും പ്ലേഗ് തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടായാലും ഈ വിശുദ്ധന്റെ മധ്യസ്ഥം, ഈ വിശുദ്ധ വ്യക്തിയുടെ മധ്യസ്ഥം യാചിച്ചാൽ ആ വ്യാധിയിൽ നിന്ന് മോചനം ലഭിക്കുമെന്നുള്ള അരുളപ്പാട് ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതാണ് വിശുദ്ധ റോക്കി. പ്ലേഗിൻ്റെയൊക്കെ മധ്യസ്ഥനാണ്, പകർച്ചവ്യാധികളുടെ മധ്യസ്ഥനാണ്. പ്രത്യേകിച്ച് കോവിഡ് കാലമെല്ലാം വന്നപ്പോൾ ഒത്തിരിയേറെ പേര് വിളിച്ച ഒരു നാമമാണ് റോക്കി. വിശുദ്ധ റോക്കിയുടെ രൂപം എഴുന്നള്ളിച്ചുകൊണ്ട് നാട് നീളെ ഈ പകർച്ചവ്യാധികളുടെ നാടുകളിലെല്ലാം ജനം പോപ്പടക്കം എഴുന്നള്ളിച്ചത് കൊണ്ട് നടന്നിരുന്നു, തിരുനാളുകൾ ആഘോഷിച്ചിരുന്നു. വിശുദ്ധനായ വ്യക്തിയെ പോപ്പ് വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു. ഇന്നും എല്ലായിടത്തും പ്രഘോഷിക്കപ്പെടുന്ന ഒരു നാമമാണ് വിശുദ്ധ റോക്കിയുടേത്. വിശുദ്ധ റോക്കി ഒത്തിരി കാര്യങ്ങളുടെ മധ്യസ്ഥനാണ്. നമ്മൾ ഈ ചരിത്രത്തിലെല്ലാം കേട്ടതുപോലെ ഒന്നുമില്ലാത്തവരുടെ, നാട് കടത്തപ്പെടുന്നവരുടെ, തെറ്റിദ്ധരിക്കപ്പെടുന്നവരുടെ, തടവിലാക്കപ്പെടുന്നവരുടെ, എല്ലാം നഷ്ടപ്പെടുന്നവരുടെ, ആരും മനസ്സിലാക്കാത്തവരുടെ, പ്ലേഗ് ബാധിതരുടെ, രോഗികളുടെ,
പ്രത്യേകിച്ച് കാലിൻ്റെ ഒക്കെ മധ്യസ്ഥനാണെന്ന് പറയണ്ട. നമ്മൾ ആ ചിത്രം കാണുമ്പോൾ അതിനകത്തുണ്ട് ആ മുറിവ് കാണുന്നുണ്ട്. മുട്ടിൻ്റെ ഒക്കെ മധ്യസ്ഥനാണെന്ന് ചരിത്രത്തിൽ പറയുന്നുണ്ട്. കാൽവേദനയുടെ, മറ്റ് അസുഖങ്ങളുടെ, ക്യാൻസർ തുടങ്ങിയ രോഗങ്ങളുടെ, അല്ലെങ്കിൽ മാറാത്ത രോഗങ്ങളുടെ എല്ലാം മധ്യസ്ഥനാണ്. വിശുദ്ധരുടെ പ്രത്യേകത അവരെല്ലാത്തിനും മധ്യസ്ഥം വഹിക്കും. പ്രത്യേകിച്ച് ഈ വിശുദ്ധൻ എന്തെല്ലാം കാര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടോ, ഏത് സഹനങ്ങളെയെല്ലാം ദൈവസ്നേഹത്തെ പ്രതി ഏറ്റെടുത്തിട്ടുണ്ടോ ആ കാര്യങ്ങളുടെ എല്ലാം മധ്യസ്ഥനാണ്. എവിടെ ഇരുന്നാലും, ഫ്രാൻസിലിരുന്നു, അവിടെ ഇരുന്ന് നമുക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥം വഹിക്കാൻ, ഇറ്റലിയിൽ അവിടെ ഇരുന്ന് നമുക്ക് വേണ്ടിയിട്ട്, സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന ഈ വലിയ പുണ്യവാന്റെ മധ്യസ്ഥം നമുക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ. വിശുദ്ധ റോക്കി എല്ലാ കുടുംബങ്ങളിലും എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളിലും മധ്യസ്ഥം വഹിക്കട്ടെ. നാം എന്താഗ്രഹിക്കുന്നുവോ ആ കാര്യങ്ങളിലെല്ലാം സ്വർഗത്തിൻ്റെ ഇടപെടൽ കൊണ്ടുവരുവാൻ വേണ്ടി ദൈവം നിയോഗിച്ച വ്യക്തിയാണ് റോക്കി പുണ്യവാളൻ. ഈ വളർത്തുനായകളുടെ എല്ലാം കൂടി മധ്യസ്ഥനാണ്. അതുപോലെ വളർത്തു മൃഗങ്ങളുടെയും മധ്യസ്ഥനാണ്. അതുകൊണ്ട് കുറേ വീട്ടുകാർക്ക് അറിയാം എന്തിൻ്റെ എല്ലാം മധ്യസ്ഥനാണ് റോക്കി പുണ്യവാളൻ എന്ന്. ഈ പുണ്യവാൻ നാം എല്ലാവരെയും ജീവിതത്തിൽ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശുദ്ധനെ പോലെ നമുക്കും സിമ്പിളായിട്ട് ജീവിക്കാം, ദൈവത്തെ സ്നേഹിക്കാം. മറ്റൊന്നും പ്രധാനപ്പെട്ടതല്ല, ദൈവമാണ് പ്രധാനപ്പെട്ടതെന്ന് വിചാരിച്ചുകൊണ്ട് ലഭിക്കുന്നത് എന്തോ ആ സാഹചര്യത്തിൽ സിമ്പിളായിട്ട് ദൈവത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ദൈവത്തെ സ്നേഹിച്ച് മനുഷ്യരെ സ്നേഹിച്ച് ജീവിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ റോക്കിയുടെ വലിയ മധ്യസ്ഥം നമ്മുടെ എല്ലാ നിയോഗങ്ങളിൽ മേലും ഉണ്ടായിരിക്കട്ടെ.